നമസ്കാരം സുഹൃത്തുക്കളെ, വെരി ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒടുവിൽ അർജുൻ ആയങ്കി എന്ന ക്രിമിനൽ പോലീസ് പിടിയിലായിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് സേനയും ആഭ്യന്തരമന്ത്രിയും വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റും ചെയ്തുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന ക്രിമിനലിനെ പാർട്ടി ഹെൽപ്പോടുകൂടി, പാർട്ടി സഹായത്തോടുകൂടി മാറി മാറി ഒളിവിൽ കഴിഞ്ഞിരുന്ന ക്രിമിനലിനെ അർജുൻ ആയങ്കിയെ പോലീസ് കണ്ണൂരിൽ നിന്ന് ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് കമ്മീഷണർ പറഞ്ഞത് അർജുൻ ആയങ്കിനെ പോലീസ് സേന കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കിയെ പിടിച്ചത് വണ്ടിയിലൂടെ അർജുൻ ആയങ്കി കൂട്ടരും സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പോലീസിന് കിട്ടിയിരുന്നു. ഓട്ടോ ഡ്രൈവറുടെ ഒരു ക്ലൂവിൽ നിന്നാണ്. കണ്ണൂരിൽ അഭിഭാഷകരെ കാണാൻ വേണ്ടി എത്തിയപ്പോൾ അവിടെ വെച്ച് വണ്ടി കണ്ടെത്തുകയും അവിടെ വെച്ച് ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തു എന്നാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പോലീസ് ചിലപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തും. എന്താണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ തണലിൽ തഴച്ച് വളരുന്ന ഈ കൊടും ക്രിമിനലുകളെ കേരളത്തിലെ മന്ത്രി പറഞ്ഞത് 12,000 ക്രിമിനൽസ് ഉണ്ട്, ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്രിമിനൽ ഗാങ്ങിനെ വളർത്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ അവസാനം ഗുണ്ടകളെ പോലീസ് പിടിക്കുകയും അവർ സ്വന്തമായിട്ട് ഗുണ്ടാപ്രവർത്തനങ്ങളും സ്വന്തമായിട്ട് സ്വർണം പൊട്ടിക്കലും നീതി ന്യായത്തിനും സ്വൈര്യജീവിതത്തിനും എതിരായി പ്രവർത്തിക്കുമ്പോൾ അവരെ തള്ളിപ്പറയും. ഇതാണ് രാഷ്ട്രീയത്തിലെ ഒരു സ്വഭാവം. ഇങ്ങനെ രാഷ്ട്രീയവും ഗുണ്ടാപ്രവർത്തനവും മഫിയ പ്രവർത്തനവും നിയമരാഹിത്യവും നടന്നാടിയിട്ട് അവസാനം അർജുൻ ആയങ്കി തന്നെ പറഞ്ഞു, നേതൃത്വം MP ഗോവിന്ദനും അതേപോലെ തന്നെ ജയരാജുമാരും ഒക്കെ സഹായിക്കുന്നതിന് പകരം പിന്നിൽ നിന്ന് കുത്തരുത്. അങ്ങനെ അവർ തള്ളിപ്പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അറസ്റ്റിലായി. പോലീസിനെ അകപ്പാടെ നാണക്കടയിൽ പോയി. എന്താണെങ്കിലും പോലീസ് അത് വീണ്ടെടുത്തിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ രണ്ടാം തുഫാനാണിത്. ഈ പോലീസ് സേനയ്ക്ക് കിട്ടുന്ന ഊർജവും വീര്യവും കുറച്ചൊന്നുമല്ല. ജനങ്ങൾക്ക് സ്വൈര്യജീവിതത്തിന് വിഘാതമായിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ തടയിടാനും ഇങ്ങനെയുള്ള വർഷിപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റും കൂടെ ഉള്ള ആൻറ്റി സോഷ്യൽ വർഷിപ്പിന് ഒരു ഭംഗം വരികയും ചെയ്യും. ക്രിമിനലുകളെല്ലാം നിർദാക്ഷിണ്യം അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും കേരളത്തെയാകെ ഞെട്ടി തെറ്റിപ്പിച്ച ഈ ഡ്രഗ് ഡീൽ, മഫിയ, ലഹരി സംഘങ്ങളെ കീഴടക്കുകയും ചെയ്യണം. ഈ ഗുണ്ടാ സംഘങ്ങൾക്കെല്ലാം ലഹരി മഫിയയുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണമോഷണവും മാല പൊട്ടിക്കലും ലഹരി മഫിയയും ഒക്കെ ആയിട്ട് ക്രിമിനൽ അധോലോക സംഘങ്ങൾ നാട് നിന്ന് സമാധാനത്തിൻ്റെയും ശക്തമായ ഗവൺമെൻറ്റിൻ്റെയും സാന്നിധ്യം ജനങ്ങൾക്ക് ഉണ്ടാകണം. അത് ഗവൺമെൻറ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. I am Captain Grandmaster ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.